അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ട്രാവൽ ഇൻഷുറൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് നമ്മൾ ചെയ്യേണ്ടതുണ്ടോ, അത് ചെയ്താൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതാണ്, ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം പിന്നെ താഴെ നമുക്കൊരു ട്രാവൽ ഇൻഷുറൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇത് വളരെ ചെറിയൊരു സംഖ്യ ഇതിനുള്ളൂ. എടുക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് ആള് മരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ ആള് മരിച്ചാൽ 10 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് ആയിട്ട് ലഭിക്കുക. അതുപോലെ പെർമനന്റ് ഡിസബിലിറ്റി ആണെങ്കിലും ഒരു 10 ലക്ഷം രൂപ ഉണ്ടാവും. അതുപോലെ പാർഷ്യൽ ഡിസബിലിറ്റി ഒക്കെ ആണെങ്കിൽ 7 ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കും. അതുപോലെ ഹോസ്പിറ്റലൈസേഷന് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മോർട്ടൽ റിമെയിൻസ് അതിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ നമുക്ക് ഈ ഇൻഷുറൻസ് ചെയ്യുന്നതിലൂടെ ഉണ്ട്. വളരെ ചെറിയൊരു സംഖ്യയാണ് നമുക്ക് ഇൻഷുറൻസിന് ചെലവാകുന്നത്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്തു. ഇപ്പം ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് ഈ പൈസ ലഭിക്കും. അതുപോലെ നമ്മുടെ അവയവങ്ങൾക്ക്, അതായത് നമ്മുടെ ചെവി മുഴുവനായിട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ 100% നമുക്ക് ഇൻഷുറൻസ് സ്കീം ലഭിക്കും. അതുപോലെ എന്തെങ്കിലും ലിംസ് പോവുകയാണെങ്കിൽ 67%, അതുപോലെ നമ്മുടെ കണ്ണിന് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ 67%, അതുപോലെ പെർമനന്റ് ടോട്ടൽ ലോസ് ഓഫ് ഹിയറിംഗ് 1 ഇയർ, ഒരു ചെവിക്കാണ് പ്രശ്നമെങ്കിൽ 20%, അതുപോലെ ടോട്ടൽ ലോസ് ഓഫ് ലെൻസ് കണ്ണിൻ്റെ 33%. അങ്ങനെ നമ്മുടെ ഓരോ അവയവങ്ങൾക്കും ഒക്കെ ഈ ട്രെയിൻ ആക്സിഡന്റിലൂടെ എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ ഓരോന്നിനും ഇത്ര % വെച്ചിട്ട് നമുക്കിതിന്റെ ഇൻഷുറൻസ് തുകയായിട്ട് ലഭിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ട്രെയിനിൽ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു തുകയെ ഇതിന് ചിലവാകുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇത് എടുത്തു വെക്കുക. ഇൻ കേസ് എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് അതൊരു ഉപകാരമായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.